സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് CPM പോരാട്ടമാണ് വർഷങ്ങളായി നടന്നിരുന്നത്. എന്നാൽ ശക്തമായ മൂന്നാം പാർട്ടിയായി BJP സടകുടഞ്ഞെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുള്ള അവസരം സൃഷ്ടിച്ചത് CPM ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പല തിരഞ്ഞെടുപ്പുകളിലും BJPയുടെ സഹായത്തോടെയാണ് CPM ജയിച്ചു കയറിയത്. ഇക്കാര്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പരസ്യമായി പറഞ്ഞതാണ്. പിന്നീട് വിവാദമായപ്പോൾ അദ്ദേഹത്തിന് തിരുത്തി പറയേണ്ട സ്ഥിതിയുണ്ടായി. സ്വാധീനമില്ലാതിരുന്ന പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്ന് വേരുറപ്പിച്ചതിൽ CPMന്റെ പങ്ക് നിസ്സാരമല്ല. ഇതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ LDFും UDFും നേരിടുന്നത്. തൃശൂർ പിടിച്ചെടുക്കുമെന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ അതേപടി തൃശൂർക്കാർ അനുസരിച്ചു. തൃശൂരിൽ നടന്നത് കള്ളവോട്ടാണെന്ന ആരോപണവും മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ അന്വേഷണം ഇതുവരെയും തുടങ്ങിയിട്ടില്ല. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ പലയിടങ്ങളിലും ഇടതുമുന്നണി അധികാരത്തിലേറിയത് കാവിമണമുള്ള കൊടിയുടെ ബലത്തിലാണ്. ഇതിന് സംസ്ഥാന നേതാക്കളും പച്ചക്കൊടി കാട്ടിയെന്നതാണ് സത്യം. തിരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടിയുമായി സഖ്യമാകാമെന്നതാണ് LDF നയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. 2026 തിരഞ്ഞെടുപ്പിൽ പല ജില്ലകളിലും BJPക്ക് നിർണായക സ്വാധീനമുണ്ടെന്നതാണ് ഇടതുമുന്നണിയെ ഭയപ്പെടുത്തുന്നത്. വേലിയിൽ കിടന്ന പാമ്പിനെ തോളിലിട്ട അവസ്ഥയിലാണ് CPM. കണ്ണൂരിലും BJPക്കുള്ള ശക്തമായ അടിത്തറയെയും ഇടതുമുന്നണി ഭയക്കുന്നുണ്ട്. BJPയെ തഴച്ചു വളരാൻ അനുവദിച്ചത് CPM ആണ്. ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നതിൽ കോൺഗ്രസും ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ കോൺഗ്രസ് ശക്തമായ പ്രചരണം തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കേണ്ടി വരുമെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നു. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.